ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് എപ്പോഴും അങ്ങനെ കഴിക്കാൻ കിട്ടാത്തൊരു സാധനമാണ്. എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്, ഫ്രിഡ്ജിൽ നമ്മൾ ചക്കയുള്ള സമയത്ത് വരട്ടി വെച്ച കുറച്ച് ചക്ക വരട്ടിയതിരിപ്പുണ്ട്. എന്നാൽ പിന്നെ നമുക്കത് വെച്ചിട്ടൊരു ഇലച്ചക്കയുടെ തയ്യാറാക്കാം. നമ്മൾ എല്ലാ വർഷവും ചക്കയുള്ള സമയത്ത് അതിങ്ങനെ വരട്ടി എടുത്ത് വയ്ക്കും കേട്ടോ. ഇനി ചക്കയില്ലാത്ത സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. അട ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വാഴയിലയാണ്. വാഴ നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചക്ക വരട്ടിയത് നമ്മൾ ശർക്കര ഇട്ടിട്ട് മുമ്പേ വരട്ടി വെച്ചിരുന്നതാണ്. അത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്ക വരട്ടുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാനത് വീണ്ടും കാണിക്കുന്നില്ല. ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ശർക്കര ഇട്ടിട്ടാണ് ചക്ക വരട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ശർക്കര ഇടേണ്ട. നമുക്ക് കുറച്ച് നാളികേരം ചിരകിയതിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് എല്ലായിടത്തും നിന്ന് എത്തുന്ന വിധത്തിൽ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് അരിപ്പൊടി വേണം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ്. അത് നമുക്കൊന്ന് അടയ്ക്ക് വേണ്ടിയിട്ടുള്ള പാകത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഈ ഒരളവിൽ നമ്മളത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരടയ്ക്ക് നമുക്ക് ആവശ്യമുള്ളത്ര അരിപ്പൊടി എടുത്തിട്ട് ഈ വാഴയിലയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. നമ്മൾ കൈ വെച്ചാണ് പരത്തി കൊടുക്കുന്നത്. പരത്തി കൊടുക്കുന്ന സമയത്ത് നല്ല തിന്നായിട്ട് പരത്തി കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഈ പൊടി ഇങ്ങനെ പരത്തുന്ന സമയത്ത് പൊടി ടൈറ്റായിട്ട് നോക്കുകയാണ്, നീങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുത്താൽ അത് നന്നായിട്ട് നീങ്ങിക്കിട്ടും. അപ്പം ഞാൻ ഇത് ഒരെണ്ണം ഇവിടെ പരത്തി കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പുറത്ത് അമ്മ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അരിപ്പൊടി പരത്തൽ കഴിഞ്ഞു. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ ചക്ക വരട്ടിയത്, അതായത് നമ്മുടെ ഫില്ലിങ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫില്ലിങ് നമ്മൾ ഒരു സൈഡിൽ വെച്ചിട്ട് അത് നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ്ങൊക്കെ നമ്മുടെ ആവശ്യത്തിന് നല്ല രീതിയിൽ അതിൽ ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പരത്തി അത് അടച്ചു വെച്ചു. ഇനി നമ്മൾ അടുത്ത അട എടുത്തിട്ട് അതിലും ഇതുപോലെ ഫില്ലിങ് ആഡ് ചെയ്യുന്നു. വീണ്ടും ഇതുപോലെ തന്നെ പരത്തിയിട്ട് അടച്ചു വയ്ക്കുന്നു. അങ്ങനെ നമ്മളിപ്പോൾ 3 ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത്. ബാക്കി അമ്മ അവിടെ നിന്ന് ചെയ്തിട്ട് ആ സമയം കൊണ്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇതേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പരത്തി ഫില്ലിങ്ങൊക്കെ വെച്ച് അടച്ച് വെച്ചിട്ടുള്ള ഈ അട എടുത്തിട്ട് നമുക്കത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ചട്ടിയിലേക്ക് വെക്കുകയാണ്. 2 നമ്മൾ ഒരു സമയത്ത് വെക്കുന്നത്. കാരണം കുറച്ച് വലുതായതുകൊണ്ട് നമുക്ക് വേറെ കൂടുതൽ കൊള്ളാനുള്ള സ്പേസ് ആ ചട്ടിയിട്ടകത്തില്ല. ഇനിയിപ്പോൾ അത് ആ ചട്ടിയിലേക്ക് ഇടുന്നിട്ടൊന്ന് വെന്ത് വരട്ടെ. നമ്മൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അപ്പുറത്തെ സൈഡൊന്ന് മറച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചക്കടയുടെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് മറിച്ചിട്ട് അടുത്ത സൈഡ് വേവാനായിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഈ സൈഡും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ അട റെഡിയാവും. ഇലയ്ക്കൊന്ന് കളറ് മാറി നമ്മുടെ ഈ അടയിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ അട റെഡിയാവുന്നതിനുള്ള ഒരു പാകം. നമ്മുടെ 2 അട റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ അതിനെടുത്തിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് അട എടുക്കുമ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. അങ്ങനെ അടയൊക്കെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി ഞാൻ എനിക്കതൊന്ന് പൊളിച്ച് കാണിച്ചിട്ടാന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും ചൂട്. അപ്പോൾ എന്നാൽ പിന്നെ ചൂടാറട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പീസ് അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തേക്കാണ്. കണ്ടോ, ഫില്ലിങ്ങൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചക്ക അട.